ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു വെഡ്ഡിങ് വ്ളോഗാണ്. അപ്പം എവിടെ എന്തെന്നാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വെഡ്ഡിങ്ങിന് പോകാനുണ്ട്, ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തന്നീനല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദുആ വന്ന് സൗണ്ട് ഇടലും കരച്ചിലും ഒക്കെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫുള്ള് സൗണ്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വോയിസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ സൺഡേ ആണ് കേട്ടോ. സൺഡേ രാവിലെ മോള് എണീറ്റ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെയും ഒരു ഉറക്കം ഉറങ്ങി. ഒരു 9 മണിയൊക്കെ ആയപ്പം മുത്ത് മദ്രസൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവന് കുറച്ച് ഇന്നലെ ചെയ്ത് വെച്ചൊരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കി. പിന്നെ എന്താ പറയുക, പിന്നെ അത് പെയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ എവിടെ നിന്നാണ് അവൻ നോക്കി വരയ്ക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. പിന്നെയാണ് ഞാൻ അപ്പുറത്തെ ഒരു സംഭവം കണ്ടത് കണ്ടോ. ആ ഒരു ബുക്സിൽ നോക്കിയിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ മദ്രസ ഇട്ട പാടെ തന്നെയുള്ള പരിപാടിയാണത്. ഞാൻ എന്താ പറയുക, പിന്നെ നോക്കിയിട്ട് എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി ടേബിളൊക്കെ കൂടി ഫുള്ള് ഓൻ്റെ സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ മറവൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആൾ കയറിയാലൊന്നും കാണൂല. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുക, എവിടെ പോയി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പെയിൻറ്റിങ്ങിലാണ് ആൾ. അങ്ങനെ ഓൻ്റെ പരിപാടിയൊക്കെ പിന്നെ ഓനങ്ങനെ ചെയ്തോട്ടെ. ഓന് രാവിലെ കുളിച്ചിട്ടൊക്കെയാണ് പിന്നെ മദ്രസ പോയിട്ടുണ്ടായിന്. പിന്നെ ഓൻ്റെ കുളിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എണീറ്റാൽ പിന്നെ കുറച്ചൊരു കളിപ്പിക്കൽ മസ്റ്റാണ്. കളിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഓക്കെ എന്തോ ഒരു ഇടങ്ങേറാണ്. ഞാൻ ഒന്ന് എടുക്കണം, കൊഞ്ചിക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് ആൾ. പിന്നെ ഫോണ് ഇപ്പോൾ ഞാൻ ഓണാക്കിയിട്ടാൽ ഇപ്പോൾ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ എടുത്ത് ഓടും കേട്ടോ. എടുത്തോടുക വെച്ചാൽ എടുത്തിട്ട് ഇങ്ങനെ വേഗം എടുത്ത് കയ്യിൽ പിടിക്കും, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ വരിക ഫോണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മിനാനെ വേഗം പോയി കുളിപ്പിച്ചോ. കോളൊക്കെ ഡ്രസ്സൊക്കെ വേഗം ഒന്ന് മാറ്റി. ഇനി എനിക്ക് കുളിക്കണം. ധ്വനി അതിൻ്റെ ഇടയിൽ കുളിപ്പിച്ചിട്ടോ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എവിടേക്കൊന്ന് പോകാനല്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ പ്രത്യേകിച്ചിട്ടോ എനിക്ക് എല്ലാം തീർത്തിട്ടേ പോകാൻ കഴിയുള്ളൂ. അല്ലെ വന്ന് കയറിയാൽ എനിക്ക് എന്തോ ഒരു ഇടങ്ങേറ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടണേ നമ്മളെ വീടെപ്പോഴും ക്ലീൻ ആയിരിക്കണം. അങ്ങനെ വേഗം തന്നെ പരിപാടികളൊക്കെ കഴിച്ച് ഉമ്മയൊക്കെ മാറ്റി, ഞങ്ങൾ മാറ്റി അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വാപ്പയില്ല, ഞാനും ഉമ്മയും മക്കളുമാണ് പോകുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആരുമില്ല. അപ്പോൾ മാമൻ്റെ മോനെ വിളിച്ചിട്ടോ. മാമൻ എന്ന് പറയുമ്പോൾ ഉമ്മൻ്റെ ആങ്ങളുടെ ഓനാണ് ഇപ്പോൾ നമ്മൾ കൂടെ വരുന്നത്. അപ്പോൾ കല്യാണം ആരുടേതാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ജാബിൻ്റെ അനിയത്തില്ല ഉമ്മാള്, ഞാൻ നിൽക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ആക്കിന്. ഓളെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു കല്യാണത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്. ഇത്രയും ലോങ് ആയതുകൊണ്ടാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നുമല്ല. പിന്നെ എന്ന് വെച്ചിട്ട് ഓളെ നിൽക്കാതെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ട് കൊണ്ടുപോയില്ല, വീട്ടിൽ കൊണ്ടുപോയില്ല. അപ്പം അമ്മയും ഞാനൊക്കെ ഇങ്ങനെ പറയാനും പോകണ്ടേ. അപ്പം പിന്നെ എൻ്റെ താങ്കളെ വാപ്പിയൊക്കെ ഇങ്ങനെ പറഞ്ഞു, എന്തായാലും നമ്മളെ വീട്ടിൽ വന്ന് വിളിച്ചാൽ പിന്നെ ഒന്ന് ക്ഷണം സ്വീകരിക്കണം എന്നാണല്ലോ. അങ്ങനെ പിന്നെ പോയതാണ്. അപ്പോൾ ഉമ്മാക്ക് ഒറ്റയ്ക്ക് പോകാൻ എന്തോ ഒരു ഇടങ്ങേറ്. അപ്പോൾ പിന്നെ എന്നോട് എന്തായാലും പോരാൻ പറഞ്ഞ്, ഞാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചതിനും പിന്നെ ഏതായാലും പോയി. അപ്പോൾ ജാബിയും മോളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓല വീട്ടിൽ നിന്നേ പോയി. ഏതായാലും ഓലപ്പൻ്റെ ഉമ്മൻ്റെ ഒക്കെ വയ്യേക്കതിനും ഓള് പോയിട്ടുണ്ടായിന്. അങ്ങനെ വന്ന പാടെ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്ന് നമ്മൾ കോഫി ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോഴേക്ക് റെന്നു വന്നിക്കണം. റെന്നുവിൻ്റെ പല്ലൊക്കെ പറിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാണ്. റെന്നു പറയുന്നത് പുതിയ കൂട്ടുകാർക്കൊന്നും മനസ്സിലായില്ല, ആവലുണ്ടാവില്ല, അതുകൊണ്ട് പറയാണ് എൻ്റെ മൂത്ത ആങ്ങളുടെ മോനാണ് കേട്ടോ. അങ്ങനെ ജാബിൻ്റെ ഉപ്പ വന്ന് മോളൊക്കെ എടുത്തുകൊണ്ടുപോയിക്കുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല ഇനി ഈ ഒരു ടൈമിൽ. പിന്നെ ഇതാണ് ജാബിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണത്. ആ പിങ്ക് ഷർട്ട് ഇട്ടുള്ള ബ്രദറാണ്. പിന്നെ ഉമ്മയൊക്കെയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹോളിലൊക്കെ എന്ന് പറയുന്നത് ഫുള്ള് സീറ്റൊക്കെ കാലിയായിരുന്നു. ആൾക്കാരൊക്കെ അങ്ങ് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. സാധാരണ ഞങ്ങളൊന്നും വൈകലാണ് എവിടെ പോവുകയാണെങ്കിലും. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞേരം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിക്കല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കൽ വേഗം കഴിച്ചാൽ
പിന്നെ നമുക്ക് ഫ്രീ ആയല്ലോ. അപ്പം എല്ലാവരും ഞങ്ങളപ്പോൾ വിചാരിച്ച് വേഗം കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ വേഗം മിനാനി മുത്തിനെ വേഗം ഇരുത്തിക്കുകയാണ്. ഉമ്മ പിന്നെ ഫുൾ വെജിറ്റബിളാണ്, അതുകൊണ്ട് വെജിറ്റബിൾ സെക്ഷനിലേക്ക് ഉമ്മ പോയിട്ടോ. അപ്പോൾ ഞാൻ ദുവാനെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ കഴിച്ചിട്ടേ എനിക്ക് കഴിക്കാൻ സമാധാനമാവും. ഇവരെ വയറ് നിറഞ്ഞാൽ നമ്മളെ വയറ് നിറച്ച സമാധാനമുള്ളല്ലോ. അങ്ങനെ പിന്നെ ഓല് കഴിക്കട്ടെ ചോലെടുത്ത് നിന്ന് ഞാൻ ഓൾക്ക് ഫുഡൊക്കെ സെറ്റാക്കി കൊടുത്ത്. അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയം നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു പോയിൻ്റൊക്കെ സൈഡിലായിട്ടുള്ള നാച്ചുറൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. പ്രത്യേകിച്ച് അങ്ങോട്ടൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. അങ്ങോട്ടൊക്കെ അങ്ങനെ നോക്കുമ്പോൾ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. നല്ല രസമുള്ളൊരു എന്താ പറയുക, കുറേ പാടങ്ങളും നടുക്കൂടെ റോഡും അങ്ങനെയൊക്കെ ഉള്ള കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടെങ്കിൽ പോലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു. പുറത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ ഒരു സംഭവം ഉണ്ട്. തൊട്ടപ്പുറത്തൊരു ഞാൻ പറഞ്ഞില്ലേ തോടോ പുഴയോ എങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. നല്ല രസമായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത കാകൻ്റെ മോളാണ്, ഇളയ മോള്. 2 മക്കളാണ് കേട്ടോ അവൾക്കുള്ളത്. അപ്പോൾ മോളാണിത്. ഈ ഇഷമോളെയും ദുവമോളെയും കാണുമ്പോൾ എല്ലാവരും പറയും ഏകദേശം ഒരേപോലെ ഉണ്ടെന്ന് കുറേ ആൾക്കാർ പറയലുണ്ട് കേട്ടോ. സംഭവം ഒരേ പ്രായമാണെന്ന് വിചാരിക്കും, പക്ഷേ ഏജ് മാറ്റമുണ്ട്. ഏജ് എന്ന് വെച്ചാൽ മോൾക്ക് വയസ്സായില്ല, മോൾക്ക് 10 മാസമായിട്ടുള്ളല്ലോ ദുവക്ക്. പിന്നെ ഈശ ബേബിക്ക് 1 വയസ്സും എനിക്ക് തോന്നുന്നു 2 മാസവും ആയിന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ ചെക്കനും പെണ്ണിനും ഒന്നും കാണുന്നില്ല ഞങ്ങൾ വിചാരിക്കുന്നില്ലേ. ഓല് പിന്നെ ചെക്കൻ അവിടെ ഉണ്ട്, പെണ്ണിനെ കൂട്ടി കൊണ്ടുവരണം കേട്ടോ. പെണ്ണ് ഓഡിറ്റോറിയത്തിൽ എത്തിയില്ല, ഓളെ വീട്ടിലാണ്. അപ്പം അവിടെ പോയി കൂട്ടി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് വിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ പോകുന്നത് KSRTC ബസ്സിലാണ് കേട്ടോ. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും പോകാൻ ആവണില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ആവൂലെടുത്ത് അങ്ങനെ ട്രാവൽ ചെയ്യാൻ. ബ്രൈഡിൻ്റെ വീട് മാവൂരങ്ങനുമാണ്, അപ്പം അത്രയും ലോങ് ആവുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ച് പോവാന്ന്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വണ്ടി കയറിയ പാടെ തന്നെ മഴയും പെയ്ത്. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.